ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമില്ല, ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫൊണ്ണു ബാബിയും അച്ഛനും നമ്മളെല്ലാവരും കൂടിയിട്ട് പുറത്ത് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് വഴി എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളൊരു ക്ലോത്തിങ് സംഭവം തുടങ്ങാണ് ഓൺലൈനായിട്ട്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ചന്ദ്രമുഖി ബൈ അഞ്ജലി എന്നാട്ടോ. അപ്പം നമ്മൾ ഇത്തിരി വിൻറ്റേജ് ടൈപ്പ്, പണ്ടത്തെ ടൈപ്പ് പേരിടാമെന്ന് വിചാരിച്ചു. ന്യൂ ആയിട്ടുള്ള പേരൊന്നും ഇടണമെന്ന് വിചാരിച്ചു, പണ്ടത്തെ ഒരു പേരിടാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് പോവാം കേട്ടോ. പിന്നെ എന്താ പറയുക, കുറേ പേര് എനിക്ക് എന്താ പറയുക നല്ല പോസിറ്റീവ് റെസ്പോൺസും ഞാൻ എല്ലാവരോടും പറഞ്ഞവരോടൊക്കെ നല്ല പോസിറ്റീവ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ന്യൂ ചാനൽ ഒരു പേജ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ, എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുറത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഈ അമ്മ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്, പൊണ്ണു ബാബിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളെ ഇങ്ങനെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ഒക്കെ എടുത്തിട്ട് ഫുള്ള് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഇടാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിടാന്ന്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ജോയിൻ ചെയ്തിട്ട് വേറെ ഞങ്ങൾ പോയിട്ടുള്ള വീഡിയോസും കൂടി ജോയിൻ ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒരു പാലിക്കൽ പള്ളിയിൽ ഇതുണ്ടായിരുന്നു, പെരുന്നാളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും കൂടി ഞാനും പൊണ്ണു ഫസ്റ്റ് ടൈമായിട്ട് പെരുന്നാൾ കൂടണേ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ 25 വയസ്സായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നേ വരെ ഇവിടെ വന്നിട്ട്, ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്നെങ്കിലും ഞാൻ ഇന്നേ വരെ പാലിക്കൽ പള്ളിയിലത്തെ പെരുന്നാൾ എന്നല്ല പറയുന്നത്, പെരുന്നാൾ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു ഫൊണ്ണു ബാബിനെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് കാണാമെന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ കാണാൻ പോയിട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പള്ളിയിൽ ഇങ്ങനെ ഡെക്കറേഷൻസ്, ഇങ്ങനെ ഇപ്പോൾ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ ക്ലോത്തിങ് സ്റ്റോർ എന്നോട് കുറേ പേരെ ചോദിച്ചു എങ്ങനെയാണ് സംഭവം കാര്യം. അപ്പോൾ എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കത് ചെയ്യണമെന്ന്. എനിക്കിങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഇതാക്കലും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോഴല്ല, ഇനിയിപ്പോൾ ഓരോ കൊല്ലം തോറും വർഷങ്ങൾ വേഗം പോയോണ്ടിരിക്കാണ്. ഫൊണ്ണു ബാബി ഇതേ വളർന്ന് പന്തലിച്ചതേ കാട് പോലെയുണ്ട് നമ്മുടെ ഫൊണ്ണു ബാബി ഇവിടെ കുറുമ്പ് കാട്ടിയോണ്ടിരിക്കാട്ടോ അതെ അച്ചാച്ചൻ്റെ ഇവിടേതായിട്ട്. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ വെറുതെ പൊണ്ണുവിനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് ഒന്ന് ചെയ്യാം, അപ്പം ജസ്റ്റ് ഫ്രീ ആയി ഇപ്പോൾ ഇവിടെ നിന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കാര്യം ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യണേ. പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ഹാക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് പോകുമോ എന്നൊക്കെ. അപ്പം എനിക്കിപ്പോഴും നിങ്ങളോടൊരു കാര്യം പറയുള്ളൂ, നിങ്ങളോട് ആരോടും ഞാൻ നിർബന്ധിച്ച് കാണണമെന്നും പറയണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വീഡിയോ കാണണമെന്നോ അല്ലെങ്കിൽ കാണാണ്ടിരിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. അപ്പം ഞാൻ ഒരു ഫോഴ്സ് ചെയ്യണില്ല. അപ്പം ഞാൻ അവരോട് വളരെ ലളിതമായി വളരെ നല്ല രീതിയിൽ പറയണം. ഞാൻ ആരും ഫോഴ്സ് ചെയ്യണില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ കൈ കൂപ്പിയിട്ടുള്ള ഒരു ഇമോജി ഒക്കെ ആട്ടോ ഞാൻ ഇടാറ്. അപ്പോൾ കുറേ പേര് ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടാട്ടോ, അവർക്ക് ഓരോ ഹാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട് കുറേ കമൻസും കാര്യങ്ങളും എന്നെ കുറേ പേര് ഇഷ്ടപ്പെടണമെന്നത് ഇപ്പോൾ അടുത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പോവാണ്. അപ്പോൾ ഇതേ പൊണ്ണൂനും കൂട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്യാന്ന് വെച്ചു കേട്ടോ. കുറേ നാളായി മുടി വെട്ടിയിട്ട്, അന്ന് വെട്ടിയതാണ് ബർത്ത്ഡേയുടെ മുന്നേ. ഭയങ്കര കാട് പോലെ ആയിട്ടോ പൊണ്ണൂൻ്റെ മുടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെട്ടാന്ന് വെച്ചു. ഫസ്റ്റ് ടൈം ആട്ടോ. അച്ഛനോട് മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇവനിവിടെ ആദ്യമായിട്ടാണ് അച്ഛനും ഇവിടെ മുന്നേ കട്ട് ചെയ്തിട്ടുള്ളത്. വാപ്പുണ്ട് ബാബി കാറിലേക്ക് നോക്കണേ. അപ്പൊ നമ്മള് ഹെയർ കട്ടിന് വേണ്ടിട്ട് ഫൊണ്ണു ബാബിനെ കൊണ്ടിരുത്തിയേക്കാട്ടോ. അപ്പൊ ആളാണെങ്കിൽ ഇങ്ങനെ ഹെയർ കട്ടിന് മുന്നേ ഒരു ക്ലോത്ത് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആദ്യം ഞാൻ വിചാരിച്ചു ഗുഡ് ബോയ് ആയിട്ട് അനങ്ങാണ്ടിരിക്കണ്ടോല്ലോന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അസ്വസ്ഥതയായിട്ട് അതൊക്കെ ഊരി കളഞ്ഞു കേട്ടോ അവൻ.
പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് കാർട്ടൂണൊക്കെ കാട്ടി കൊടുത്തിട്ട് അവൻ അടങ്ങിയിരുന്നു കേട്ടോ. മുന്നൊക്കെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ അങ്ങനെ കരയോ വാശിയോ കാര്യങ്ങളൊന്നുമില്ല. അവന് ജസ്റ്റ് ആയിരുന്നു ഫോണിൽ എന്തെങ്കിലും കാർട്ടൂണോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈൽ എപ്പോഴും നമ്മൾ ഫൊണ്ണു ബാബിക്ക് യൂഷ്വലി ചെയ്യാൻ തന്നെയാട്ടോ ചെയ്യാറ്. അവൻ അതാണ് കൂടുതൽ ഭംഗി. ഏട്ടൻ്റെ ഹെയർ സ്റ്റൈൽ തന്നെയാട്ടോ ഫൊണ്ണു ബാബി ഫോളോ ചെയ്യണേ. ബട്ട് ഇത്തിരി ട്രെൻഡിങ് ആയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു നമ്മളിങ്ങനെ വരയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അവൻ്റെ നന്നായിട്ട് കാട് പോലെ നന്നായി വളർന്നിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ടോ. ഇവൻ്റെ ആണെങ്കിൽ ഹെയർ പെട്ടെന്ന് വളരും, അങ്ങനത്തെ ഒരു ഹെയർ ആയിട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ അനങ്ങാണ്ടിരിക്കണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് അമ്മ ഒന്ന് ജസ്റ്റ് പിടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ അനങ്ങാണ്ടിരുന്നു. പിന്നെ ഞാൻ ഫുൾ എടുത്തില് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇങ്ങനെ ഫുൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ. അപ്പോൾ ഞാൻ ഇതേ ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ മുടി ആദ്യം ഇത്തിരി കൂടി ലെങ്ത് ഉണ്ടായിരുന്നു, അത് കുറച്ചു. പിന്നെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു അതും കൂടി കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തില്ല കേട്ടോ. കാരണം അതും കൂടി കട്ട് ചെയ്ത് ഇതാക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കുറഞ്ഞൊരു ഭംഗിയില്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ഏറ്റവും ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ, 2 സൈഡുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫൊണ്ണു ഭാവിക്ക് ഇത് എന്തിട്ടാണ് ഇവർ ചെയ്യണേന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അവസാനം ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഹെയർ കട്ടൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ന്യൂ പേഴ്സൺ ഒരു പ്രത്യേക ഭംഗി പോലെ കേട്ടോ. അപ്പോൾ ഇതേ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൊണ്ണു ഭാവി പിന്നെ കുറച്ച് നേരമൊക്കെ പോസൊക്കെ ചെയ്ത് തന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഏട്ടനും എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പൊണ്ണിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടി കേട്ടോ. പിന്നെ അതിൻ്റെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ത്രെഡ് ചെയ്തു. ഇത് ഫൊണ്ണു ഭാബി ഇതേ ഇവിടെ വൈബ് അടിച്ചിരിക്കുകയാണ്. പിന്നെ അമ്മയും ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഇയറിങ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അല്ലാതെ ചില്ലറ കുറച്ച് ഷോപ്പിംഗ്. അപ്പോൾ അത് കാട്ടിത്തരാവേ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്തോട്ട് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഇതാക്കുന്ന സമയം എനിക്ക് തീരെ അറിയില്ല കേട്ടോ. അതിൻ്റെ നല്ല രസമുണ്ടല്ലേ. അപ്പം അതിങ്ങനെ കണ്ടതിന് ശേഷം നിങ്ങൾക്കും കൂടി കാട്ടിത്തരാം കേട്ടോ. നമ്മൾ ത്രെഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഡ്രസ്സിന് മാച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള മേടിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ അതേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഭയങ്കര ഹാങ്ങിങ് ആയിട്ടുള്ളതൊന്നും സത്യത്തിൽ ഇടാറില്ല, എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇടാൻ. ഞാൻ പണ്ടൊക്കെ സ്കൂളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് വല്ല പരിപാടിയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഇടാറ്. അല്ലാണ്ട് എനിക്ക് തീരെ ഭയങ്കര മടിയാട്ടോ അങ്ങനെയൊക്കെ ഇടാൻ. ഇപ്പോൾ അതേ ഞാനിപ്പോൾ ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ഇപ്പോൾ കുറേ നാളായിട്ട് മേടിക്കാറില്ല. പിന്നെ ജുംക്കൊക്കെ ഞാൻ യൂഷ്വലി ഇടാറുണ്ട്, പക്ഷെ ഇതുപോലത്തെ ലോങ് ആയിട്ടുള്ളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് സാരി ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയിലുള്ള കുറച്ച് വലിയ ഹെവി ആയിട്ടുള്ള കുറച്ച് ഇയറിങ്സ്, അതും വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമായതൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. അതൊക്കെ കുറച്ചൊക്കെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത് വേറൊരു ഷോപ്പിൽ പോയിട്ടാട്ടോ മേടിച്ചത്. ആദ്യത്തെ ഷോപ്പിൽ നിന്ന് വേറൊരു ഇയറിങ് മേടിച്ചത്. ഞാനിനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നോക്കിയപ്പോഴാണെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായില്ല കേട്ടോ, എന്തോ പോലെ തോന്നി. അപ്പം ഞാൻ അപ്പം തന്നെ അത് മാറ്റിയിട്ടു. ഞാൻ വേറെ പിന്നെ നോക്കിയിട്ടോ. അപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു ഇയറിങ്സ് ആണ് ഞാൻ ഇട്ട് നോക്കിയത്. അപ്പം ഇതും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് പിന്നെയും ശരിക്കും ഇപ്പം നോക്കുമ്പോൾ വൈറ്റാണ് ഭംഗി, പക്ഷെ ഞാൻ മറ്റേ കളറായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇങ്ങനത്തെ തന്നെ സിൽവർ അല്ല, ഗോൾഡൻ കളറിൽ ഇങ്ങനത്തെ ടൈപ്പ് ഇയറിങ്സ് ഞാൻ ഇട്ട് നോക്കി. അതിൽ തോരണം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു ഇയറിങ്സ് കണ്ടിട്ട് അത് അവസാനം ഞങ്ങൾ അത് മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് അവിടുത്തെ കളക്ഷൻ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഷോപ്പിൻ്റെ കൂടിയും ഒന്ന് കാട്ടിത്തരും. ഇത് നമ്മളുടെ ബീഫെയിം ആട്ടോ, കുറുക്കഞ്ചേരിയിലുള്ള ബീഫെയിമാണ്. കുറുക്കഞ്ചേരിയിലുള്ള മിക്കവർക്കും അറിയാം ബീഫെയിം. അപ്പോൾ അവിടെ കുറേ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇയറിങ്സും കാര്യങ്ങളാണെങ്കിലും അങ്ങനെ കുറേ സെലക്ഷൻ ഉണ്ട്. ബാംഗിൾസ്, എല്ലാ കാര്യങ്ങളും, മേക്കപ്പ് ഐറ്റംസും പിന്നെ ടോയ്സും ബാഗ്സും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതാട്ടോ അവസാനം ജസ്റ്റ് ഒന്ന് വെറുതെ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതൊക്കെ ആയിട്ട് ഷോപ്പിന് ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര വലിയ സ്റ്റോറാണ്. പിന്നെ അവർക്ക് വേറെ ഏതൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അത് എവിടെ സ്ഥലം എനിക്ക് ഓർമ്മയില്ല പറഞ്ഞത്. പക്ഷേ ഇത് ബി ഫേമിൽ ഞാൻ പണ്ടേ കുറേ നാൾ മുന്നേ ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ മേടിക്കാറ്. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കലായി. പിന്നെ ഇത് പെട്ടെന്ന് എനിക്ക് അർജൻറ്റായിട്ടേക്ക് വേണ്ടത് കൊണ്ട് എനിക്ക് നോക്കി സെലക്ട് ചെയ്ത് എടുക്കണമായിരുന്നു. അപ്പം ഞാൻ ഇത് ഇട്ട് നോക്കായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ ജിംക്ക തന്നെയാണ് ഭംഗി, മറ്റേ സെലക്ട് ചെയ്ത് രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേ നമ്മളൊരു വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു മാല, അതേ 3-4 ലെയർ ആയിട്ടുള്ളൊരു മാല കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് സാരിയുടെ ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെയർ ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതായിട്ട് നല്ല രസമുണ്ട്. ഇത് മാത്രം ഇട്ടാൽ മതി. കണ്ടോ ഭയങ്കര ഹെവി വർക്കായിട്ട് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും നമ്മൾ എടുത്തില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ഇട്ട് നോക്കിയതാട്ടോ. പിന്നെ ഇത് അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പിലുള്ള മാലയും ലോങ് ചെയിനുകളും പാലയ്ക്കും അങ്ങനെയൊക്കെ ആയിട്ട് പല ടൈപ്പിലുള്ള മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബി ഫെയിമാണ്, നമ്മുടെ കുറുക്കഞ്ചേരിയിൽ നമ്മുടെ അമ്പലത്തിന് തൊട്ട് സൈഡിലാണ്. വീഡിയോയില് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങള് പാലക്കൽ പള്ളിയിൽ പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ കാണാനില്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി കാണലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പൊണ്ണുവാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ. അത് ഹെയർ കട്ടിന് മുന്നുള്ള വീഡിയോ ആണ്. അതാണ് അവൻ്റെ ഹെയർ കട്ട് വേറെ സ്റ്റൈല്, പണ്ടത്തെ ഹെയർ സ്റ്റൈൽ തന്നെ കേട്ടോ. അപ്പോൾ അതേ പൊണ്ണു ഭയങ്കര, അവന് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും, അവിടെയുള്ള സംഭവങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കണ്ടായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചതൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കാം, പൊണ്ണു ബാബിക്ക് തന്നെ അവൻ വലുതാവുമ്പോ ഇരുന്ന് കാണാലോ, വ്ളോഗും കാര്യങ്ങളും അവന്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വെച്ചു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഓൺ വോയിസ് അപ്പം തന്നെ ലൈവായിട്ട് ഓൺ വോയിസ് കൊടുത്തിട്ടായിരുന്നു ചെയ്യേണ്ടായിരുന്നെ. പക്ഷെ ഭയങ്കര ഇപ്പൊ കേട്ട് നോക്കുമ്പോഴാണെങ്കിൽ പുറമേയുള്ള ശബ്ദവും വണ്ടികളുടെ ആകെ അവിടെ ഒച്ചും ബഹളമായിട്ട് ഭയങ്കര ഡിസ്ട്രാക്ഷനുള്ളതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ഇതാക്കിയിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അധികം പുട്ടിയൊന്നും ഇടാവുന്നില്ല. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തതേ പൊണ്ണുഭാവിക്ക് നോക്ക് ബലൂൺ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ പൊണ്ണുഭാവി. പിന്നെ ഇവിടെ നമ്മൾ യൂഷ്വലി കാണുമ്പോൾ സ്റ്റോൾ, പോപ്കോൺ, അലുവ, മുറുക്ക്, പിന്നെ അത് വളകള് കാര്യങ്ങള്, ക്ലിപ്പ്, ക്രഞ്ചി, ആ സംഭവങ്ങളൊക്കെ ഉള്ളത്. അച്ഛൻ അവിടെ നിന്നിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒന്നാണെങ്കിൽ അവിടെ എന്തൊക്കെയോ പിന്നെ ഇതൊരു വെറൈറ്റി ടൈപ്പ് LED ബലൂണാണ് തോന്നുന്നത്. ഇതാട്ടോ നമ്മുടെ പാലക്കിലുള്ള പള്ളിയും കാര്യങ്ങളും ഇതാണ്. ഞാൻ ആദ്യമായിട്ടോട്ടെ ഇത്രയും നാളുകൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നെയ്ബേഴ്സ് ആട്ടോ, നെയ്ബർ ചേച്ചിയും പിന്നെ ഹായ് പറ വ്ളോഗ് എടുക്കാം. മിക്കുട്ടൻ, ഞങ്ങളുടെ ബീതു ചേച്ചി, പൊണ്ണൂന്റെ ഫ്രണ്ട്സ് ആട്ടോ. പൊണ്ണൂന്റെ ഫ്രണ്ടിനെ കണ്ടോ? ആരാ നോക്ക മിക്കുട്ട. ഇവിടെ ഒരാള് ഫയർ ക്രാക്കേഴ്സ് പൊട്ടാളം കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കിയിരിക്കാട്ടോ. പിന്നെ അവിടെ പള്ളിയിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊക്ക് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഓൺ വോയിസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയില്ല. പൊണ്ണുവാണെങ്കിൽ ആകെ വണ്ടറടിച്ചിരിക്കായിരുന്നു കേട്ടോ. പിന്നെ അവന് സത്യം പറയുകയാണെങ്കിൽ നാട്ടിലേക്ക് വന്നതിന് ശേഷം കുറച്ച് മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതല്ല, ജസ്റ്റ് ഇവിടെ ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അവന് ഭയങ്കര എന്താ പറയുക അത്ഭുതമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ, എന്താ വെറൈറ്റി കുറേ സംഭവങ്ങളാലോ എന്നൊക്കെ, ദുബായിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പൊണ്ണുമായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ എവിടേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പം അച്ഛൻ എന്തായാലും പൊണ്ണൂനെ കൊണ്ടുപോകണ്ടു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാനും വരുന്നുണ്ടെന്ന് വേണ്ട അങ്ങനെ വന്നാ കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതെന്താ ഇതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. മധുര സേവയും പിന്നെ അതുപോലെ തന്നെ ശർക്കര കൊണ്ട് അത് പൊതിഞ്ഞിട്ടുള്ള ശർക്കര സേവ പോലത്തെ ആയിരുന്നു. പിന്നെ മുറുക്ക് ഞാൻ ആദ്യമായിട്ടുണ്ട്, ഗ്രീൻ കളറുള്ള മുറുക്കൊക്കെയാണ്
പിന്നെ ഇത് നമ്മളുടെ ചീറ്റോസ് പോലത്തെ മുറുക്കാട്ടോ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും 2 മധുരസേവയും പിന്നെ വേറെ ഏതൊരു വെറൈറ്റി മധുരസേവയും നമ്മൾ മേടിച്ചു. പിന്നെ ഈ മുറുക്കൊക്കെ സാധാ മുറുക്ക് കഴിക്കണ പോലെയാണ്, പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ വ്ളോഗ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് ഞാനൊരു കഷ്ണം തിന്നാ കേട്ടോ. പിന്നെ പോരാൻ നിൽക്കുന്ന സമയത്ത് പൊണ്ണും ബാബയ്ക്ക് ഒരു പാവയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ബലൂൺ, ഇങ്ങനെ മേലെ ഹൈഡ്രജൻ ബലൂണൊക്കെ. അങ്ങനെ നമ്മൾ വീഡിയോ എത്തിയിട്ടോ. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോസ് ആയി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഇപ്പൊ ബൈ.